ഹായ് everyone, വെൽക്കം ടു ചാനൽ സ്വാസ്ഥ ഫുഡ്സ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങയും ക്യാരറ്റും വെച്ചിട്ടുള്ള ഒരു അച്ചാറാണ്. വെള്ള അച്ചാറാണ്. അപ്പോൾ ടേസ്റ്റി ആയിട്ട് അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ഒരു മാങ്ങയും ഒരു ക്യാരറ്റും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാങ്ങയുടെ തൊലി എടുത്തിട്ട് അരിഞ്ഞെടുക്കാം. അതുപോലെ ക്യാരറ്റും അരിഞ്ഞെടുക്കാം. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഒരു 6 പച്ചമുളകാണ്. പിന്നെ ഒരു പീസ് ഇഞ്ചി, പിന്നെ 6 വെളുത്തുള്ളി. മാങ്ങ ഇവിടെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റും നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കനം കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പ്. ഇനി ഒരു പാൻ വെക്കുക. പാൻ ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ അകത്തിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഞാൻ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചേക്കുന്നത്. നിങ്ങൾക്ക് നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കുക. ഇനി ഇതിലോട്ട് വെളുത്തുള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം, ഇഞ്ചി അരിഞ്ഞതിട്ട് കൊടുക്കാം, പച്ചമുളക് അരിഞ്ഞത്, കറിവേപ്പില. ഇനി ഇതെല്ലാം കൂടെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് വഴട്ടുക. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിം വെച്ചിട്ടൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊരു ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനിയും ലോ ഫ്ലെയിം വെക്കുക. ഇതിലോട്ട് 1/2 ടീസ്പൂൺ കായം പൊടിച്ചത് ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ കടുക് പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്. ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. ഇനി നമ്മൾ എടുത്ത് വെച്ചത് മാങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഉപ്പിട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഒരു 3 മിനിറ്റ് ഒന്ന് ഇളക്കുക. ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ മാങ്ങയും ക്യാരറ്റും കൊണ്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ ഇവിടെ പച്ചമുളക് ഇട്ടുകൊണ്ടാണ് കളറില്ലാത്ത, പക്ഷേ നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് ഇടുക. താങ്ക് യു.